ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഹിന്ദി മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് അറിയാമല്ലോ, മേരെ ഭാരത് വാസിയോ. ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേരെ ഭാരത് വാസിയോ എന്ന ഈ പാഠത്തിന്റെ കണ്ടന്റ് ഒരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ച് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം. മേരെ ഭാരത് വാസിയോ. पंडित जवाहरलाल नेहरू स्वतंत्र भारत के प्रथम प्रधानमंत्री थे. पंडित जवाहरलाल नेहरू സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. दशाब्दों की कोशिशें और लाखों के बलिदानों के परिणाम स्वरूप 1947 में भारत स्वतंत्र हुआ. ദശാബ്ദങ്ങളുടെ പരിശ്രമവും ലക്ഷക്കണക്കിന് ആളുകളുടെ ബലിയർപ്പണത്തിന്റെയും ഫലമായിട്ട് 1947 भारतम स्वतंत्रमाई. 14 अगस्त की मध्यरात्रि की बेला में अगस्त 14 തീയതി अर्धरात्रिയിൽ पंडित जवाहरलाल नेहरू ने तिरंगा झंडा फहराते हुए पंडित जवाहरलाल नेहरू त्रिवर्ण पताക ഉയർത്തിക്കൊണ്ട് राष्ट्र के प्रति किए गए भाषण का भाग है यह. രാഷ്ട്രത്തോടായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ഇത്. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വിധിക്ക് ഒരു പ്രതിജ്ഞ ചെയ്തു കൊടുത്തിരുന്നു. वह वचन निभाने का समय आ गया है. ആ പ്രതിജ്ഞ നിറവേറ്റുവാനുള്ള സമയം വന്നിരിക്കുകയാണ്. भारत की जनता स्वतंत्रता की नई सुबह के साथ उठेगा. ഭാരതത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഭാതത്തോടൊപ്പം ഉണരും. इस पवित्र अवसर पर ഈ പരിശുദ്ധമായ അവസരത്തിൽ सारी मानवता की सेवा करने के लिए हमें प्रतिज्ञा करना चाहिए. ഈ പവിത്രമായ അവസരത്തിൽ മുഴുവൻ മനുഷ്യർക്കും സേവനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഹമാരാ ദുർഭാഗ്യ കാ യുഗ് കാ അന്ത് ഹുവ. നമ്മുടെ ദൗർഭാഗ്യത്തിന്റെ യുഗം അവസാനിച്ചിരിക്കുന്നു. इसलिए गरीबी, अज्ञानता, बीमारियां, असमानता आदि को मिटाकर सभी को सुख और चैन प्रदान करना चाहिए. അതുകൊണ്ട് ദാരിദ്ര്യം, അജ്ഞത, അസുഖങ്ങൾ, അസമത്വം മുതലായവ നശിപ്പിച്ച് എല്ലാവർക്കും സുഖവും സമാധാനവും പ്രദാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. താക്കി ഹം അപ്പനെ സപ്നോ കോ സാകാർ കർ സകേ. എങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പനെ സപ്നോ കോ സാകാർ കർ സകേം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.